നമസ്കാരം. ഓ മൈ ഗോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഓ മൈ ഗോഡിൽ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊല്ലം ജില്ലയിലെ പുനലൂർ എന്ന സ്ഥലത്ത് നിന്നും സച്ചിൻ എന്ന വ്യക്തി കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച മാത്രമായ തൻ്റെ ഭാര്യയും കൊണ്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലേ ഫ്രാൻചേട്ടാ? അതെ, നമ്മുടെ ഈ ലോകത്ത് പിടിപെട്ടിരിക്കുന്ന മഹാമാരി നമ്മളെ ഓരോരുത്തരുടെയും ജീവൻ കാർന്നു തിന്നുമ്പോൾ അവരുടെ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാർ, നിരവധി ആൾക്കാരുണ്ട്. അതായത് നമ്മുടെ പോലീസുകാരുണ്ട്, ആരോഗ്യ പ്രവർത്തകരുണ്ട്, എല്ലാവരും. അങ്ങനെ കോവിഡ് പ്രതിരോധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങൾ ഈ എപ്പിസോഡ് സമർപ്പിക്കുകയാണ്. കാണാം. ചേട്ടാ, ഞങ്ങൾക്കൊരു ചെറിയൊരു അബദ്ധം പറ്റി. ഇങ്ങോട്ട് വന്നപ്പോൾ വണ്ടി നിർത്തിയില്ലായിരുന്നു. അങ്ങനെ പോലീസ് കുറേ വരുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ വന്നെയാണ്, ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ വന്നതാണ്. അടി ഇറങ്ങി റിലേറ്റീവിൻ്റെ വീട്ടിൽ വന്നതാണ്. അപ്പോൾ ഇപ്പം പോലീസ് ഞങ്ങൾ നിർത്തിയില്ല. രണ്ടു മൂന്നിടത്ത് വിട്ടില്ലായിരുന്നു. പോലീസ് നിങ്ങൾ വണ്ടി എടുത്തോണ്ട് നിങ്ങൾ ആരാ ചോദിച്ചു വണ്ടി നമ്മൾ ഇവിടെ വേറെ വീടൊന്നും കണ്ടില്ല. ഒന്ന് ഹെൽപ്പ് ചെയ്യണം ചേട്ടാ. പോലീസിൽ 2 ദിവസം മുമ്പ് ഇതേപോലെ വണ്ടി കൊണ്ട് കയറ്റി. ചേട്ടൻ്റെ റിലേറ്റീവ് വന്നെന്ന് പറഞ്ഞാൽ മതി. ഞാൻ നടക്കൂടെ, ഇതാൾ വന്ന് പ്രശ്നമായിരുന്നു ഇവിടെ. ഞങ്ങൾ ചേട്ടാ എന്തോ ഒരു ഹെൽപ്പ് ചെയ്യണം. എന്തോ ഹെൽപ്പ് ചെയ്യാൻ 2 ദിവസം മുമ്പ് പോലീസ് നീ പറ. നീ അങ്ങോട്ട് നോക്കണ്ട, നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയ കാര്യം പറഞ്ഞോണ്ടല്ലേ. അങ്ങോട്ട് നോക്കിക്കൊണ്ടെന്നാൽ ഇനിയിപ്പോൾ അവർ പറയും ഇത് 2 ദിവസം മുമ്പ് ഇവിടെ വന്ന് പ്രശ്നമായതാണ്. നമ്മൾ ഇപ്പോൾ ഇവിടെ സീറ്റ് കൊണ്ടുവരും. ഞാൻ അതുകൊണ്ടാണ് അത് ഗേറ്റ് പറഞ്ഞത്. അത് ഇന്നേരത്തോടെ ഗേറ്റ് തുറക്കല്ല എൻ്റെ പറഞ്ഞാണ്. ആരെ എൻ്റെ ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം ഒരു പയ്യന്മാർ ബൈക്ക് വന്ന് ഇത്രയ്ക്ക് പ്രശ്നമായെന്ന് നിങ്ങൾ എവിടെ നിന്ന് വന്നതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്നാമത് ഈ കോവിഡ് സംഭവമായിട്ട് നടക്കുന്ന സംഭവം. പുനലൂരിൽ നിന്ന് വന്നയാ. ഒന്ന് പറഞ്ഞാൽ മതി. നമ്മൾ പുനലൂരിൽ നിന്ന് നമ്മുടെ റിലേറ്റീവ് കൊല്ലത്തുനിന്ന്. ലൈസൻസ് ഇല്ലായിരുന്നു? ഉണ്ട്, ലൈസൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ വിരുന്നിന് പോകുമായിരുന്നു. സാറേ എനിക്ക് അറിഞ്ഞൂടാ സാറേ. അവർ വണ്ടി ഇവിടെ വന്ന് കയറ്റിയിട്ട് പിന്നെ പോലീസ് പുറകെ വന്നതെന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ച് ഞാൻ പറഞ്ഞു വണ്ടി എടുത്ത് പോകാൻ പറഞ്ഞു. ഞാൻ അത്രേ പറഞ്ഞോളൂ. ഇപ്പോൾ ആട്ട് കൊണ്ട് ഇടിച്ച് തള്ളിയിട്ടാനല്ല നിങ്ങൾ വന്നപ്പോൾ ഒരു പേടിച്ച് 2-3 പോലീസ് ഇതേപോലെ പിടിച്ചു നിർത്തിയപ്പോൾ അപ്പോൾ ഇങ്ങനെ നമ്മുടെ റിലേറ്റീവിൻ്റെ വീട്ടിൽ നിങ്ങളെന്താ വണ്ടി നിർത്താതെ പോയെന്താ? വണ്ടി അവിടെ ശരിക്കും പേടിച്ചിട്ടാണ് നിർത്താതെ പോയത്. പേടിക്കുന്നില്ല. 3 ചെക്കിങ് കഴിഞ്ഞു. അവിടുന്ന് കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ഇവിടെ വന്നപ്പോ ഞങ്ങൾ പേടിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോ പേടിച്ചു പോയി. അതാ സത്യം. അതെന്തിനാ അങ്ങനെ പേടിക്കണേ? അല്ല, ഇവിടെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ വന്നത്. അപ്പൊ വഴി അറിയത്തില്ല. അപ്പൊ പിന്നെ നമ്മുടെ കയ്യിൽ സത്യപ്രസ്താവന പാലോട് വരെ വന്നെന്നാണെന്നുള്ളതാ. അപ്പൊ അങ്ങോട്ടുള്ള സത്യപ്രസ്താവന നമ്മൾ എടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ നിർത്താണ്ട് പോരുന്നു. പേരെന്താ? എന്റെ പേര് അതുല്യാണ്. പേരെന്താ? സച്ചിൻ. എവിടെ നിന്ന് വരുന്നത്? ഞങ്ങൾ പുനലൂർ. പുനലൂരിൽ നിന്ന് ഇത്രയും ദൂരം വരേണ്ട ആവശ്യം എന്താ? നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ. പിന്നെ ഈ റിലേറ്റീവിൻ്റെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ കുറച്ച് സാധനം വാങ്ങിക്കണമായിരുന്നു. തിരിച്ചു പോകുമ്പോൾ ഇവിടെ നല്ല കുറച്ച് മീനും കാര്യങ്ങളുമായിട്ടൊക്കെ വാങ്ങിക്കാൻ വേണ്ടി. സത്യപ്രസ്താവന. അതുല്യ, മിസ്സസ് അതുല്യ എന്ന ഞാൻ രജിസ്റ്റേർഡ് എസ്പ്രെസ്സോ കാർ പാലോട് നിന്ന് പാലോട് എന്ന ഭാഗത്തു നിന്നും പാലോട് മാർക്കറ്റിലേക്ക് ഒരു കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റായി. അപ്പൊ പാലോട് എന്ന എന്താ ആവശ്യത്തിനാ എന്താ ആവശ്യം പറഞ്ഞേ? നിന്ന് പാലോട് മാർക്കറ്റിലേക്ക് വീട്ടാവശ്യത്തിനുള്ള ഉണക്ക മീനും മറ്റു സാധനങ്ങളും വാങ്ങാൻ വേണ്ടി പോകുന്നു. പൊന്നലൂരുള്ള ഞാൻ ചോദിക്കട്ടെ, ഈ ഉണക്ക മീനൊന്നും നിങ്ങളെ നാട്ടിൽ കിട്ടില്ലേ? ഇവിടെ റിലേറ്റീവിന്റെ വീട്ടിൽ വന്നതാണ്. അപ്പൊ പിന്നെ മാർക്കറ്റിലൂടെ കേറിട്ട് പോകാന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പൊ ഇതെന്ത് സത്യപ്രസ്താവന? റിലേറ്റീവിന്റെ വീട്ടിൽ വരുന്നു. നിങ്ങൾ എന്താണ് പോകുന്നതെന്ന് ഇപ്പം വ്യക്തമായിട്ട് ഗവൺമെന്റ് അല്ലെങ്കിൽ പോലീസിന്റെ നിയമം ഇതുണ്ട്. അത് എന്ത് ആണ് വ്യക്തമായിട്ട് നിങ്ങൾ അഡ്രസ്സ് കാര്യങ്ങൾ എല്ലാം ഇതിനകത്ത് എഴുതി വെക്കണം. മനസ്സിലായോ? പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അവസരത്തിൽ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ. നിങ്ങൾക്ക് ഈ ഉണക്കമീൻ വാങ്ങാൻ വേണ്ടി ഇത്ര കിലോമീറ്റർ ഇങ്ങനെ വരേണ്ട കാര്യം ഉണ്ടോ? അതെനിക്ക് വെറുതെ ഇറങ്ങി ഓരോ റീസൺ പറഞ്ഞ് നടക്കരുത് എന്നുള്ളതാണ്. മനസ്സിലായോ? എന്താ മനസ്സിലായി? നടക്കരുത്. ആര്? ഞാൻ പറഞ്ഞിട്ടാണോ? പിന്നെ ആര് പറഞ്ഞിട്ടാ?
സാർ ഞങ്ങൾ മാനദണ്ഡങ്ങൾ അല്ല ഞാൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ കേൾക്കണത് അതോ വേറെ? അതല്ല സാർ നമ്മളിപ്പം വാർത്തയെല്ലാം നമ്മൾ കണ്ടിട്ടാണ് വരുന്നത്. അപ്പം മറ്റേ നാളത്തേക്ക് എന്തായാലും ലോക്ക്ഡൌൺ ആവും. ആയിക്കോട്ടെ. എന്തായാലും റിലേറ്റീവിന്റെ വീട്ടിൽ വരുമ്പോൾ പോണ വഴിക്ക് അതെല്ലാം വാങ്ങിച്ചിട്ട് പോകാൻ ഞങ്ങൾ നിങ്ങൾ ഇവിടെ ഏത് റിലേറ്റീവിന്റെ വീട്ടിൽ വന്നു? ഇവിടെ ഞങ്ങൾ വന്നത് പാലോട് ആരുടെ റിലേറ്റീവിന്റെ വീട്ടിൽ? പാലോട് എൻ്റെ റിലേറ്റീവിന്റെ. നിന്റെ റിലേറ്റീവിന്റെ അഡ്രസ് പറയും. അഡ്രസ് കറക്റ്റായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. അഡ്രസ് നിങ്ങൾക്ക് അറിഞ്ഞൂടാ? ആളിനെ കണ്ട അറിയോ? ആളെ അറിയാം. അറിയാം. അപ്പം നിങ്ങൾ എന്തുദ്ദേശത്തിൽ അഡ്രസ്സ് അറിയാതെ എന്ത് ഉദ്ദേശത്തിൽ അവിടെ നിന്ന് ഇവിടെ വന്നു? ഇവിടെ നിന്ന് ഈ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എങ്ങനെ അഡ്രസ്സ് കണ്ടുപിടിക്കും? നിങ്ങൾക്ക് അഡ്രസ്സ് അറിഞ്ഞൂടാ. അഡ്രസ്സ് കറക്റ്റാ പറയും. നമ്പർ ഉണ്ട്, വിളിച്ചു വെച്ചപ്പോൾ. ആരെ വിളിച്ചു ചോദിക്കാൻ? പുള്ളീനെ വിളിച്ചു ചോദിക്കാൻ അഡ്രസ്സ് അറിയില്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും നിങ്ങൾ സ്വാഭാവികമായി നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ അറിയാമല്ലോ. ഇത്രയും വലിയൊരു മാരി ഇവിടെ നമ്മളെ ഇത് മൊത്തം ജനങ്ങളെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ നമ്പറിലെ പേരിൽ അഡ്രസ്സ് വിളിച്ച് ചോദിച്ച് വരാത്തൊക്കെ നിങ്ങൾക്ക് അങ്ങനത്തെ എന്ത് ബന്ധം? അത് ഉണക്കമീൻ വാങ്ങിക്കാനായിട്ട് സത്യപ്രസ്താവന അങ്ങനെ ഇങ്ങനെ ആരെങ്കിലും എഴുതുവോ? സാർ ഞങ്ങൾ ഇന്നാണ് ഒരു പഴം വാങ്ങിക്കാൻ പോയതിന്റെ ഗതികേട് അറിയാമല്ലോ. പഴം വാങ്ങിക്കാൻ ഇറങ്ങിയ മനസ്സിലായല്ലോ. അപ്പോഴാണ് ഈ ഉണക്കമീൻ ഇല്ലേ? അതും പുനലൂര് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അങ്ങനെ തന്നെയാണ്. ഈയിടയ്ക്ക് ഞങ്ങളെ ഇത് തന്റെ ആരാടോ? അതൊക്കെ പറയാം. ഈ കൊച്ച് വന്നതെന്താ പറഞ്ഞ് പോലീസ് വന്നു, ബാക്കിൽ നിന്ന് പോലീസ് ഓടിച്ച് കറിയെന്ന് പറഞ്ഞു. അവിടെ ഞാൻ പറഞ്ഞു നിങ്ങൾ എടുത്തുകൊണ്ട് പോയി. ഇന്നാളും ഇവിടെ വന്ന ബൈക്ക് സാറേ ഞാൻ സീറ്റ് കൊണ്ടുവരാൻ വേണ്ടി അത് തുറന്നിട്ടിരുന്ന സാറേ. ഞാൻ കുട്ടിയുടെ കൊച്ചെന്താ പറയാണ് എന്റെ ബന്ധു എന്ന് പറയാൻ വേണ്ടി പറയാം. ഇതാണ് നിങ്ങളെ റിലേറ്റീവ്? അങ്ങോട്ട് നീക്കണോ? അങ്ങോട്ട് ഞാൻ സാറന്ന് അടിച്ചെന്ന പെട്ടി ഞാൻ അടച്ചു സാറേ. ഞാൻ ഇന്ന് വീട്ടിൽ സീറ്റ് കൊണ്ടുവരാൻ വേണ്ടി പെട്ടി അടച്ച് ഞാൻ സീറ്റ് കൊണ്ടുവരാൻ വേണ്ടി വിളിച്ചത്. തുറന്നിട്ട് അല്ലെങ്കിൽ ഞാൻ അടച്ചിട്ടില്ലല്ലേ സാറേ. അല്ല ഞാൻ പറയട്ടെ, ഇങ്ങനെ വരുന്നവരൊക്കെ തന്റെ വീട്ടിൽ എന്തിനാ ഓടിക്കറണ എന്തിനാ? എനിക്കല്ല സാറേ, ഇത്രയും സ്ഥലം മതിലേട്ടി തിരിച്ചുകൊണ്ടായിരിക്കും. മതിലേട്ടി തിരിച്ചെങ്ങനെ ആരും കാണൂല. ഞാൻ സീറ്റ് കൊണ്ടുവരാൻ വേണ്ടി തുറന്നിട്ട് സാർ. അല്ലെങ്കിൽ സാറൊന്ന് പറഞ്ഞിട്ട് ഞാൻ തുറന്നിട്ടില്ല. പട്ടിയെ പോലും ഞാൻ തുറന്നു വിടൂല പുറത്ത്. സാറേ അന്നും 2 സ്ത്രീകളുണ്ടായിരുന്നു, ഇന്നൊരു പെൺകുട്ടി. ഇവന്റെ വീട്ടിലാണ് വന്ന് കയറുന്നത്. അങ്ങനെയൊന്നും അല്ല സാറേ. ഞാൻ തന്നെ സാറേ ഞാനത് തുറന്നിട്ടില്ല സാറേ. ഇന്ന് ഞാൻ സീറ്റ് കൊണ്ടുവരാൻ വേണ്ടി ചെന്നിട്ട് സാറേ. കുറച്ച് കഴിയുമ്പോൾ സീറ്റ് കൊണ്ടുവരും. എന്നിട്ട് നീ ഇവരെ ഇറക്കി വിടാതെ ഇതിനകത്ത് പിടിച്ചെടുത്ത് ഞാൻ ഇവർ വണ്ടി എടുക്കണ്ടേ. ഞാൻ വന്നോടനെ പറഞ്ഞ് പോവാൻ പറഞ്ഞു. അപ്പോൾ ആ കൊച്ചു പറയാണ് മാവൻ്റെ കൂട്ടുകാരാന്ന് പറയാം, അല്ലെ ബന്ധുക്കളെന്ന് പറയാൻ വേണ്ടി ഈ കൊച്ചെന്താ പറയുന്നത്. അന്നും സാർ നിനക്ക് വാങ്ങി തന്നെയാണ്. അത് ഞാൻ ചെയ്തില്ല സാറേ. സത്യം പറയും. ഇയാൾ എന്തിനാ പുനലൂർ ഒന്ന് ഇതുവരെ വന്നതിന്റെ കാര്യം എന്താ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുനലൂരിൽ നിന്ന് വന്നത് ഒരു ക്യാൻസർ പേഷ്യന്റിനെ കാണാൻ വേണ്ടി. ഡീറ്റെയിൽ പറയും. ഡീറ്റെയിൽ പറയും. പാലോട് അനന്തൻ. പാലോട് ഇവിടെ ഏരിയയിലുള്ള ആരായാലും നമുക്കറിയാം. പറയും. പാലോട് അനന്തൻ എന്നാണ് പേര്. അനന്തനാണ് പേര്. അപ്പൊ അവിടെയാണ് വന്നത്. അപ്പൊ നമുക്ക് വഴി അറിയാൻ. നിങ്ങൾ ഇത്രയും ദിവസമായിട്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഈ ഇങ്ങനെയുള്ള ഒരു പേഷ്യന്റിനെ കാണാൻ വരേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? അതില്ല. പിന്നെ എന്താ ഈ ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്ര അത്യാവശ്യം പാലോട് വരേണ്ട കാര്യമുണ്ട്? ഇത്ര കിലോമീറ്റർ നിങ്ങൾ ഓടിച്ചു വന്ന് നിങ്ങൾ അവിടെ നിന്നൊക്കെ എങ്ങനെ വന്നേ? അവിടെ നമ്മൾ ഇത് തന്നെ സത്യപ്രസ്താവന കാണും. ഏത് സത്യപ്രസ്താവന? സത്യപ്രസ്താവന. പിന്നെ അപ്പൊ 2 സത്യപ്രസ്താവന എഴുതി വെച്ചിരുന്നു. ഞങ്ങളെ കാണിക്കുക ഒരു സത്യപ്രസ്താവന, വേറൊരാളിനെ കാണിക്കുക സത്യപ്രസ്താവന. എന്തോന്ന് സത്യപ്രസ്താവന? അല്ല ശരിക്കും പറഞ്ഞാൽ സത്യപ്രസ്താവന എടുത്തപ്പോൾ മാറിപ്പോയതാണ്. 2 പ്രസ്താവന. അല്ല ഇത് 2 നിങ്ങൾ എഴുതി വെച്ചാൽ അതിനാ? ഒരെണ്ണം എഴുതി വെക്കണം. ശരി, കാര്യമായിട്ട് അതിൽ ഞങ്ങൾക്ക് വായിക്കുമ്പോൾ ഞങ്ങൾക്ക് അല്ല അവിടെ വരെ വരുമ്പോഴത്തേക്കും അത് സത്യപ്രസ്താവന കാണിച്ചിട്ട് പിന്നെ പാലോട് നമുക്ക് പറ്റത്തില്ലതുകൊണ്ട് നമ്മൾ ഇത് എടുക്കേണ്ടി വന്നത്. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓരോ ജംഗ്ഷൻ കണക്കാക്കി സത്യപ്രസ്താവന എഴുതാത്തെന്താ? അങ്ങനെ എഴുതത്തില്ല. പിന്നെ നിങ്ങൾ ഇപ്പോൾ കാണിച്ചത് ശരിയാണോ? അല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ സത്യപ്രസ്താവനകളെല്ലാം ഇനി എന്തെന്ന് പറഞ്ഞാലും ശരി ഇപ്പോഴത്തെ കണ്ടീഷൻ ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? എല്ലാവരും വീടി കഴിയണം. മനസ്സിലായോ? അത്യാവശ്യത്തിന് കാര്യത്തിന് മാത്രം, അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തിറങ്ങാവൂ. അത് എവിടെയാണ്? ജില്ല വിട്ട് പോകാൻ പാടില്ല. ജില്ല വിട്ട് പോകാൻ പാടില്ല. നിങ്ങളെപ്പോലെ മനുഷ്യരാണ് ഞങ്ങൾ കഷ്ടപ്പെടുന്നത് എന്തിനാ? ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് ഇറങ്ങി ഈ റോഡ് മൊത്തം നിരന്ന് നിന്ന് ഓരോരുത്തരെ പിടിച്ച് വീടുകളിൽ തിരിച്ചയക്കുന്നത് എന്തിനാ? ഞങ്ങൾക്ക് എന്തെങ്കിലും ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണോ? അതല്ല സാർ, എനിക്ക് എല്ലാം മനസ്സിലാവും സാർ. മനസ്സിലായി മഹാമാരി മനസ്സിലാണെന്ന് മനസ്സിലായി. അപ്പൊ ഗവൺമെന്റ് ഈ ആരോഗ്യ പ്രവർത്തനം പോലീസുകാരും ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി. ഞങ്ങളിപ്പോ കാണിച്ചത് തെറ്റാണോ ഞങ്ങൾക്ക് മനസ്സിലായി. സാറൊക്കെ ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്ന് അറിയാമോ? അത് മനസ്സിലായി സാർ. കണ്ണു നോക്കണം. ഇതിനോട് ഞങ്ങൾ സോറി പറയും. ശരിക്കും പറഞ്ഞാൽ പേടിച്ചിട്ടാണ് വണ്ടി നിർത്താനത്. സോറി നമ്മുടെ ഈ കൊച്ചു കള്ളിയാണ്. ആ പാവം പയ്യ ഒന്നും പറഞ്ഞില്ല. അവൾ വന്ന് എന്നോട് പറയാണ് മാവൻ പറയും മാവന്റെ ബന്ധുക്കളെന്ന് പറയും. ഈ കൊച്ച് അവൻ ഒറ്റ
ശരിക്കും നിങ്ങളുടെ റിലേഷൻ എന്താ? ഇങ്ങോട്ട് നിൽക്കണോ? പുറത്തു നിൽക്കും. കേറുന്നില്ല അങ്ങോട്ട്. എന്താ നിങ്ങളുടെ റിലേഷൻ എന്താ? എന്റെ ഭർത്താവാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ഒരാഴ്ച? ഓ, ഹണിമൂണിന് ഇറങ്ങിയതാണ്. അയ്യോ, ഈ മാരി ഇത്രയും വലിയ വിഷമത്തോടെ ഈ ലോകം മൊത്തം നടക്കുമ്പോൾ നിങ്ങൾക്ക് ഹണിമൂൺ ആഘോഷിക്കാൻ ഇങ്ങോട്ട് ഇറങ്ങി അല്ലേ? ഹണിമൂൺ അല്ല. പിന്നെ ഹണിമൂൺ ആണെങ്കിൽ ഹണിമൂൺ തന്നെ പറയാം. ഹണിമൂൺ ആഘോഷിക്കാൻ പറ്റിയ സമയമാണോ ഇപ്പം? അയ്യോ അല്ല സാർ, ഹണിമൂണിന് ഇറങ്ങിയതല്ല സാർ. പിന്നെ അതല്ല, ഹണിമൂണിന് ഇറങ്ങി. നിങ്ങൾക്ക് സാമാന്യം തലയ്ക്കകത്ത് ആൾ താമസം ഉണ്ടോ? ഉണ്ടോ? എന്തോ ആൾ താമസമുണ്ട്? ആൾത്താമസം ഒക്കെ ഉണ്ട് സാർ. ഞങ്ങൾക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥയും മനസ്സിലാവും, സാഹചര്യവും മനസ്സിലാവും. പക്ഷെ അത് ഇറങ്ങിയിട്ട് പോയി, അതുകൊണ്ട് തന്നെ. ഇറങ്ങിയിട്ട് പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു രോഗിയെ കാണാൻ പറഞ്ഞു. ആ രോഗിയുടെ ഡീറ്റെയിൽ പറയാം ആദ്യം. പാലോടാണെന്നേ അറിയുള്ളൂ. പാലോട് എവിടെയാണ്? പാലോട് എന്ന് പറഞ്ഞാൽ പാലോട് റോഡിൽ നിൽക്കുന്ന ആരെങ്കിലും ആണോ? അയ്യോ അതല്ല. പിന്നെ റോഡിൽ നിൽക്കുന്ന ആരെങ്കിലും ആണോ? നന്ദിയോട്, കൊശവൂര് ജംഗ്ഷൻ, പാലോട് ജംഗ്ഷൻ, ഇങ്ങനെ കുറേ ജംഗ്ഷനുണ്ട് ഈ പാലോടുമായിട്ട് ബന്ധപ്പെട്ട്. എവിടെയാണെന്ന് പറയണം. അത് മാത്രമല്ല, ഒരു രോഗിയെ ഇങ്ങനെ ഈ അവസരത്തിൽ കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ, സന്ദർഭമാണോ? നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. ഈ പുല്ലൂർ കിടക്കുന്ന നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു രോഗിയെ കാണുക എന്ന് പറഞ്ഞാൽ എന്ത് മോശമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്തെങ്കിലും കാരണം വെച്ചാൽ അവർക്ക് ആ രോഗം വന്നു കഴിഞ്ഞാലുള്ള മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ അങ്ങോട്ട് മാറ്റിയെടുത്ത് ഒരു ചാമ്പ് എങ്ങനെ കാര്യം നടക്കും. വാ നിന്റെ കള്ളത്തിരവേ എവിടെ മുമ്പോട്ടിരിക്കണ്ട, മുമ്പോട്ടിരിക്കണ്ട. ആ മുടിക്കുള്ളിട്ട് കയറ്റ്. വേണം ചൊവ്വ ചാമ്പ്. ഇപ്പം സത്യം ബലം പറയും. സത്യം ബലം ഇങ്ങോട്ടേക്കിടോ. സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ ഇപ്പൊ ശരിക്കും ചാമ്പ്. സത്യം സാർ, ഞാൻ പറഞ്ഞ കറക്റ്റ് ആണ്. എന്ത് കാര്യം? നിങ്ങൾ കള്ളം പറഞ്ഞല്ലേ? ക്യാൻസർ പേഷ്യന്റ് കാണാൻ വന്നേ സാർ. എന്നെ അടിക്കരുത്. എന്നെ അടിച്ചാലും വേണ്ടില്ല, അതിനെ അടിക്കരുത്. അതെന്താ? എന്നെ അടിച്ചാലും വേണ്ടില്ല, അതിനെ അടിക്കരുത്. എന്താ? സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ ഇന്ന് അവനെ ഇടി കൂടും. അല്ല, ശരിക്കും സത്യം തന്നെ പറഞ്ഞ. ചേട്ടനെ അടിക്കരുത്, എന്നെ അടിച്ചോ. എന്തിനാ എന്നെ അടിക്കുന്ന കാര്യം? ഞങ്ങൾ അകത്ത് കയറാനോ? എന്താടാ? എന്താണ്? എന്താടാ? ഉണക്കമീൻ വാങ്ങിക്കാൻ പാലോട് ഭാഗത്ത് നിന്ന് പാലോട് മാർക്കറ്റ് വരെ പുനലൂരിൽ നിന്ന് വന്നേക്കുന്ന ഭർത്താവും ഭാര്യയും കൂടെ. നിങ്ങൾ കല്യാണം കഴിഞ്ഞ എത്ര ദിവസം എന്ന് പറഞ്ഞേ? ഒരാഴ്ച കഴിഞ്ഞ്. ഹണിമൂണിന് വേറെ എവിടെയൊക്കെ പോയി? ഹണിമൂണിന് പോയില്ല സാർ. നിങ്ങൾ ഇതൊരു ഹണിമൂൺ ട്രിപ്പ് അല്ലേ? അയ്യോ അല്ല, സത്യമായിട്ടും അല്ല. പിന്നെ ഇദ്ദേഹത്തിന്റെ സത്യം ഹണിമൂൺ ട്രിപ്പ്. നിങ്ങൾ രണ്ടുപേരും കൂടെ മാത്രം കാണാൻ? നിങ്ങൾ വീട്ടിൽ ആരും കാണാനില്ലല്ലോ? വീട്ടുകാരെ വിളിച്ച് ചോദിച്ചോ, കുഴപ്പമില്ല. വീട്ടിലുള്ളവരെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. വീട്ടുകാരെ വിളിച്ചിട്ടാണ് പറഞ്ഞത്. ഏത് ഉണക്കമീൻ വാങ്ങിക്കാൻ വരുന്നത്? ഉണക്കമീൻ വാങ്ങാൻ വന്നേ സാർ, ക്യാൻസർ പേഷ്യന്റ് കാണാൻ വന്ന. അവരുടെ ഡീറ്റെയിൽ പറയൂ. ഇതേപോലെ ഹലോ നിങ്ങളെപ്പോലെ പല അടവുകളും കാണിക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ നിങ്ങളെപ്പോലെ അടവ് പറയുന്ന ഒരുപാട് പേരെ കണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഞാൻ അടവ് കാണിക്കുവല്ല, ഞാൻ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. പാലോടാണെന്ന്. നിങ്ങൾ എങ്കിലും അഡ്രസ് പറയൂ. പാലോട് വന്നിട്ട് നിങ്ങൾ എങ്ങനെ കോൺടാക്ട് ചെയ്യും? പാലോട് വന്ന് നമ്പറുണ്ട്. നമ്പർ എടുക്ക്. ആ നമ്പർ മേടിച്ച് വിളിക്കണോ? ആരാണെന്ന് അറിയട്ടെ. ഒരു ഉഡായിപ്പ് പരിപാടിയും കൊണ്ടുവരണം. ഉഡായിപ്പല്ല സാർ പറയുന്നത്, ഞാൻ കാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. എന്റെ മാമന് ഇതേപോലെ യൂണിഫോം ഇടുന്ന ആള് തന്നെയാണ്. അതുകൊണ്ട് അതിന്റെ ഊം കാണോ? അയ്യോ, അതിന്റെ ഊങ്ക് എനിക്കില്ല. പിന്നെ അപ്പൊ എനിക്ക് അതിന്റെ സത്യാവസ്ഥ അറിയാവുന്നതുകൊണ്ട്. നിങ്ങൾക്ക് സത്യാവസ്ഥ അറിയാമെങ്കിൽ ഇത്രയും പോലീസ്, ലക്ഷക്കണക്കിന് പോലീസുകാരാണ് നമ്മുടെ ഈ നാട്ടിൽ അവിടെ നിന്ന് ഓരോന്ന് ക്ലിയർ ചെയ്ത് വിടുന്നത് ആണോ? അതെ സാർ. ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ ഉത്തരം പറയുമോ? ആരുണ്ടാവും? പറ, ആരുണ്ടാവും? നിങ്ങൾക്ക് ഞങ്ങൾ പൊട്ടേഷൻ തരും പോലെ നിങ്ങൾ ഞങ്ങൾക്ക് പൊട്ടേഷൻ തരുമോ? പറയേ. ഇതിന് മറുപടി പറയാൻ പറ്റത്തില്ല. എന്താ പറയാൻ പറ്റത്തില്ല? അപ്പം ഞങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കണം. എന്നിട്ട് നിങ്ങളെപ്പോലെ ഇതേപോലെ ഓരോരുത്തർ കാണിക്കുമ്പോൾ ഞങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്യണോ? അത് ഞാൻ പറയത്തില്ല. സപ്പോർട്ട് ചെയ്യണം ഞാൻ പറയുന്നില്ല. പിന്നെ പക്ഷേ ഇത് ഞാനൊരു ആവശ്യത്തിന് വന്നതായത്. എന്താ ആവശ്യം പറയൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വണ്ടി ഇയാളെ ഞാൻ കൊണ്ടുപോകും. നിങ്ങളെ കൊണ്ടുപോകേണ്ടി വരില്ല. ഇയാളെയും കൊണ്ടുപോകും, വണ്ടിയും കൊണ്ടുപോകും. നിങ്ങൾ 2 മാസ്ക് വെച്ച് നടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? 2 മാസ്ക് കൊണ്ട്. നിങ്ങളെ ഓടിയതിൻ്റെ പുറകെ എൻ്റെ ഒരു മാസ്ക് തറയിൽ പോയത് മനസ്സിലായോ? എൻ്റെ ഇട്ടിരുന്നതിൻ്റെ ഒരു മാസ്ക് ഓടിപ്പോയി നിങ്ങളുടെ പുറകെ ഓടിയതിൻ്റെ സത്യം മനസ്സിലായോ? സാർ ഇപ്പോഴത്തേക്കൊന്നും ക്ഷമിക്കും സാർ, ഞങ്ങളൊരു ആവശ്യത്തിന് വന്നത് അതുകൊണ്ടാണ്. എന്താ ആവശ്യം? അത് ഞങ്ങൾക്ക് പർപ്പസ് കറക്റ്റ് അറിയണം. വന്നത് തന്നെയാണ്. ആ പേഷ്യന്റിന്റെ കാര്യം അല്ലെങ്കിൽ പേഷ്യന്റ് ഡീറ്റെയിൽ പറയൂ. ഡീറ്റെയിൽ പാലോടാണെന്ന് എനിക്ക് അറിയത്തുള്ളൂ. പാലോട് അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ ഇറങ്ങി നടക്കാൻ പറ്റുന്ന സമയമാണോ? അതല്ല സാർ, ഞങ്ങൾക്ക് അറിയാം സാർ. അറിയാം സാർ. ഈ സമയത്താണ് നിങ്ങൾക്ക് പഴം, ആപ്പിള്, ഏത്തപ്പഴം, പിന്നെന്തോടെ മുന്തിരി ഇതൊക്കെ കഴിക്കാനുള്ള കൊതി തോന്നുന്നത്? എനിക്കല്ല സാർ. സാർ പറ്റിപ്പോയി സാർ, ക്ഷമിക്കും സാർ. ഞാൻ വണ്ടി നിർത്താത്തന്നെയാണ് ഞങ്ങൾ സോറി പറയുന്നത്. എൻ്റെ കയ്യിൽ 10 മിനിറ്റത്തേക്ക് അദ്ദേഹത്തിന് കിട്ടും. ഈ സത്യം ശരിക്കും ഞാൻ സത്യം സാർ പറയുന്നത്. ഇനി അവനെ ഇടിയുള്ള ശേഷിയില്ല. ഒന്നാമത് കല്യാണം കഴിച്ച സമയം, കല്യാണം കഴിച്ച സമയം പിടിച്ച് കൊണ്ടുപോയാ ഇനി ഇവിടെ സത്യം പറയുന്നവരെ ഇടിച്ചോ? ഇതൊന്നും അല്ല സത്യം. ഇതൊന്നും സത്യമല്ല. നിങ്ങൾക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത് ഇവിടെ വരേണ്ട കാര്യമില്ല. സാർ പാലോട് ഞങ്ങൾ സത്യം പറഞ്ഞവർ അങ്ങനെ തന്നെയാ വന്നത്. അങ്ങനെ തന്നെയാ വന്നത്. നമ്പർ വേണമെങ്കിൽ വിളിച്ചിട്ടോ? എടുക്കുന്നില്ല. ഞാൻ ചെയ്യാനാ സാർ അടിക്കാതെ. കഷ്ടം കിട്ടിയ സത്യമാ സാർ. ഇല്ലില്ല,
സാർ ഇതിൽ നീ വെറുതെ നിൽക്കല്ലേ? നീ വെറുതെ ഇവിടെ നിൽക്കല്ലേ? നീ വെറുതെ നിൽക്കല്ലേ? നീയും കൂടെ ചെന്നിടി. വേണ്ട സാറേ. ഒരു സ്റ്റെപ്പ് ഇടിയടാ. ഇടിയടാ, ഇല്ലെങ്കിൽ ഞാൻ ഇടിക്കുന്നില്ല. മണ്ണൊന്ന് പിടിച്ച് സഹായിക്കടാ. കഷ്ടമല്ല നിങ്ങളുടെ സത്യം പറയാത്തതിന്റെ പേരിൽ ഇടി. സാർ കഷ്ടം കിട്ടി. ഞാൻ സത്യമാ സാർ പറയുന്നത്, അടിക്കരുത് സാർ. സത്യമാ സാറേ പറയുന്നത്. നിങ്ങൾ സത്യം പറയും. സത്യം പറയാതെ വിടില്ലേ? സാർ സത്യമാ സാർ പറഞ്ഞത്. സാറിനും ഇതേപോലെ മോളില്ല. സത്യമാ പറയുന്നേ. എനിക്ക് മോളുണ്ടെങ്കിൽ മോളെ വീട്ടിൽ ഇരിപ്പുണ്ട്. പുറത്തിറങ്ങി നടക്കില്ല, മനസ്സിലായോ? സാർ എനിക്ക് സത്യമാ സാർ ഞാൻ പറയുന്നത്, കള്ളമല്ല സാർ പറയുന്നത്. എന്റെ അമ്മയാണ് സത്യം, ഞാൻ സത്യമാ പറയുന്നേ. സത്യം പറയാണോ? ആ സത്യം പറയുക, കള്ളമല്ല പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ ഇന്ന സന്ദർഭത്തിൽ ഇനി മേലാൽ ഇല്ല, ഇനി ആവർത്തിക്കത്തില്ലേ. ഇനി മേലാൽ നിങ്ങൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നിങ്ങൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ മാസ്കാർ നോക്കട്ടെ. നീ ഇങ്ങനെ മാസ്ക് ആർക്ക് അവിടെ ഇങ്ങോട്ട് തിരിഞ്ഞു മാസ്ക് നോക്കട്ടെ. ഉള്ളു താത്തേക്ക് അവിടെ നോക്കി പറയൂ, എന്താ കാര്യം? സത്യമാ സാർ പറഞ്ഞേ, കള്ളമല്ല പറഞ്ഞേ. എന്റെ അമ്മയാണ് സത്യം, ഞാൻ സത്യമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഈ ഉണക്കമീൻ തിന്നാനുള്ള കൊതിയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഈ സന്ദർഭത്തിൽ ആ ഉണക്കമീൻ തിന്നാനുള്ള കൊതി വേണ്ട. അത് തെറ്റാ കാണിച്ച ഞങ്ങൾക്ക് മനസ്സിലായി സാർ. ഞാൻ മാപ്പ് പറയുന്നത് സാർ. ഒരു ചാപ്പിടെ പൊക്ക് പറയില്ലത് കറക്റ്റ്. ഇനി ഇതാ കൂടെ ഇഴഞ്ഞു വരണം. 2 കാലിൽ ഇഴഞ്ഞു വരണം. അവൻ ഇന്ന് വണ്ടി ഇന്ന് സ്റ്റേഷൻ കിടക്കട്ടെ. ഈ വണ്ടി എടുത്ത് വണ്ടി സാർ കഷ്ടം കിട്ടി, ഇനി അടിക്കരുത്. കാലി അവൻ്റെ കൈയൊക്കെ റെഡിയാക്കി ഈ ചെല്ലടാ കൂടെ. സാർ അടിക്കരുത് സാർ. സത്യമാ സാർ പറയുന്നത്. നിങ്ങൾക്ക് ഇനി കരുവാട് തിന്നാൻ, അതായത് ഉണക്കമീൻ തിന്നാനുള്ള കൊതി വരുമോ? ഇനി ഇതിൽ വരത്തില്ല. ഇനി ജീവിതത്തിൽ ഉണക്കമീൻ തിന്നണമെന്ന് വരുമോ? ഉറപ്പാണോ? ഈ ലോക്ക്ഡൌൺ ടൈമിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഇനി ആപ്പിൾ തിന്നണമെന്നോ മുന്തിരി തിന്നണമെന്നോ പഴം തിന്നണമെന്നോ ഉണക്കമീൻ തിന്നണമെന്നോ പറഞ്ഞ് പുറത്തിറങ്ങുമോ? ഉറപ്പായിട്ട് ഇറങ്ങത്തില്ല. ഇനി അടിക്കരുതെന്ന് പറ. നിർത്തട്ടെ, നിർത്ത് ഇങ്ങോട്ട്. ഇവിടെ നിൽക്കി. ഇനി അടിക്കരുത്, കഷ്ടം കിട്ടി. എന്നെ അടിച്ചാലും വേണ്ടിയില്ല, ഇനി അടിക്കരുത്. അവനെ കല്ലിൽ നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ശേഷി ഇടയില്ലല്ലോ. കഷ്ടം കിട്ടി, അടിക്കരുത്. ഇനി മേലെ ഉണക്കമീൻ വാങ്ങിക്കാൻ ഇറങ്ങും. അല്ല, ഉണക്കമീൻ കൊതി ഇനി വേണ്ട. ഇവിടെ വന്നില്ല ഉണക്കമീൻ കൊതി. ഇനി നിങ്ങൾക്ക് ഇനി ഉണക്കമീൻ കൊതി വരുമോ? ഇല്ല. ജീവിതത്തിൽ എപ്പോഴെങ്കിലും വരുമോ? അതും ഇതേപോലത്തെ സാഹചര്യത്തിൽ വരരുത്. ഇല്ല. പറഞ്ഞു മനസ്സിലല്ലോ? അതിനുള്ള ഒറ്റ വാണിംഗാണ്. ആരുടെയെന്നറിയാം? കൗമുദി ടിവിയുടെ ഓ മൈ ഗോഡിൻ്റെ ഒരു വാണിംഗാണ്. നിങ്ങളെപ്പോലെ കാക്കിയിട്ട് നടക്കുന്ന പോലീസുകാരെല്ലാം നിങ്ങളെക്കാളും ഗതികെട്ട് ഓരോ ഈ വെയിലത്ത് നിന്ന് കരിഞ്ഞ് പൊരിഞ്ഞ് വെള്ളം കിട്ടാനില്ലാതെ ഓരോരോ റിസ്ക് എടുത്ത് ഇതേപോലെയൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? നാടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെപ്പോലെ ഇതേപോലെ കരുവാട് തിന്നാനും പഴം വാങ്ങിക്കാനും ആപ്പിൾ വാങ്ങിക്കാനൊക്കെ ഇറങ്ങരുത്. നിങ്ങളെപ്പോലെ കുടുംബം പോലീസുകാർക്കും ഉണ്ട്, ആരോഗ്യ പ്രവർത്തകർക്കും ഉണ്ട്. മനസ്സിലായോ? ഗവൺമെൻറ് പറയുന്ന രീതിയിൽ നിങ്ങൾ ജീവിക്കുക ഈ സാഹചര്യത്തിൽ. അതേ പറ്റൂ. മനസ്സിലായോ? ഇത് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞ കോമഡി പ്രോഗ്രാം. ആ സാനിറ്റൈസർ ഉണ്ട്, അങ്ങ് അടിക്കും. ചേട്ടന് മാത്രമല്ല, ചേട്ടൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു. 2 സാനിറ്റൈസർ അടിക്കും, എല്ലാവരും കാണും. ഇങ്ങോട്ടടിക്കും. അതുല്യ സച്ചിൻ ഇവർ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരാഴ്ചയായുള്ളൂ അല്ലേ? പക്ഷേ ഞങ്ങൾ ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിന്നെല്ലാം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇതേപോലെ ഡ്രസ്സുകളിട്ടതും പോലീസും, ശരിക്കും പറഞ്ഞാൽ പോലീസും ഡോക്ടർമാരും നഴ്സുമാരും കോവിഡിൻ്റെ മറ്റു പ്രവർത്തകരും എല്ലാം നമുക്ക് വേണ്ടി, അതായത് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ കാണാറുണ്ട്. ഈ പോലീസുകാരൊക്കെ റോഡിൽ ഈ നട്ട വെയിലത്ത് എത്ര പേര് നിന്നിട്ടാണ് ഓരോരുത്തരുടെ കാര്യങ്ങൾ ചോദിച്ചിട്ട് ഇതാണ് എന്തിനാണ് പോകുന്നത്, എങ്ങനെയാണ് പോകുന്നത്, ഇനി നിങ്ങൾ വീട്ടിലിരിക്കൂ എന്നൊക്കെ നമുക്ക് ഉപദേശം തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനെ പ്രതിനിധീകരിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡ് ചെയ്തത്. അതെ, അവരെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ്, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ സംഭവം ചെയ്തത്. അത് മാത്രമല്ല, വളരെ അത്യാവശ്യം എന്ന് പറയുന്നതിൽ തന്നെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അത്ര അത്യാവശ്യമാണെങ്കിൽ മാത്രം എല്ലാവരും പുറത്തിറങ്ങുക, സാമൂഹിക അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക. മാസ്ക് ഒന്നല്ല, ഡബിൾ. എന്ത് പറയുന്നു? ഇങ്ങനൊരു പ്രാങ്ക് കൊടുക്കാനുള്ള തീരുമാനം എന്തായാലും? ഞാൻ ഇവക്ക് ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ടെന്ന് ഇടയ്ക്ക് പറയുമായിരുന്നു. അപ്പം ഒരു സർപ്രൈസിലും വീഴാത്തൊരു കക്ഷിയാണ്. അപ്പം ബോൾഡാണ്. അപ്പം കരയുന്ന അങ്ങനെയൊന്നും അല്ല, കൂട്ടത്തിലൊന്നും അല്ല. അപ്പം ഞാനിങ്ങനെ ഞാൻ പണ്ട് തൊട്ടേ ഈ പരിപാടി ഓ മൈ ഗോഡ് എന്ന പരിപാടിയുടെ ഒരു വലിയ ഒരു പ്രേക്ഷകനാണ്. അപ്പം അന്ന് തൊട്ട് എനിക്ക് ഒരാഗ്രഹം മനസ്സിലുള്ളതാണ്. അങ്ങനെയാണ് ഞാൻ സാറിനെ വിളിച്ച് പ്രദീപ് സാറിനെ വിളിച്ച് അങ്ങനെ അതിനുശേഷമാണ് ഈ ഇതിലോട്ട് എത്തുന്നത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതില്ല
ഈ ഉണക്കമീനിൻ്റെ കഥ എങ്ങനെയാണ് വന്നത് ഇതിനകത്ത് കയറ്റിയത് എങ്ങനെയാണ്? ഉണക്കമീൻ ഞാൻ പറഞ്ഞല്ലോ കേട്ടോ. പിന്നെ എങ്ങനെയാ? ഇന്ന് രാവിലെ ഞാൻ ഇത് ഇത് എഴുതിയപ്പം അപ്പം അമ്മയും ചേട്ടനോട് പറഞ്ഞ് ഉണക്കമീൻ എഴുതിയേക്കാം. ഞാൻ അപ്പം നോക്കി ഉണക്കമീനോ ഇത് പറഞ്ഞാൽ പറ്റത്തില്ലല്ലേ, വേറെ വല്ലതും പറഞ്ഞാലേ കാര്യം നടക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ എഴുതിയില്ല. അപ്പോൾ ഇത് പറഞ്ഞ് ഉണക്കമീൻ എഴുതാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ എഴുതി വെച്ചതാണ്, പക്ഷെ എനിക്ക് വേനയായി പോയി. ഉണക്കമീൻ്റെ ബില്ലൊക്കെ ഞങ്ങളൊക്കെ കുറച്ച് കഥകളായിരുന്നു. ഞങ്ങൾ പുള്ളിയെടുത്ത് പറഞ്ഞു കൊടുത്തതിന്റെ പേരിലൊക്കെയാണ് അങ്ങനെയൊക്കെ എഴുതി വെച്ചത് കേട്ടോ. ഉണക്കമീൻ കൂട്ടിയിട്ട് ഞാനിപ്പോൾ എത്ര വർഷം എന്നറിയാം, എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനം എന്നിട്ട് ഞാൻ എഴുതി വെച്ച്. അപ്പോൾ അതായത് വേറൊരു കാര്യം, ഈ ഉണക്കമീനിൻ്റെ അകത്ത് നിങ്ങളുടെ ഹസ്ബൻഡ് അമ്മ, ആ കുടുംബത്തിലുള്ള എല്ലാവരും, പിന്നെ നമ്മളെ ഫ്രാൻസ് ചേട്ടൻ, ഞങ്ങളുടെ ഡയറക്ടർ, ഇവരെല്ലാവരുടെയും തലയുണ്ടായിരുന്നു ആ ഉണക്കമീനും ഇതുമായിട്ട് കേട്ടോ. അതിൻ്റെ ഫലമായിട്ടാണ്. അല്ലെങ്കിൽ തന്നെ സ്വാഭാവികമായിട്ടും ഞാൻ ചിന്തിച്ചതേ, ഈ ഉണക്കമീൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് ചോദിച്ചു വരുന്നത് ഇങ്ങനെ പറഞ്ഞ് പോകാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു ഇല്ല, ഞാൻ ചോദിച്ചില്ല. അപ്പോൾ എന്ത് മറുപടി സച്ചിൻ എന്തോ പറഞ്ഞത്? അതൊക്കെ പറ്റും ഞങ്ങൾ പറഞ്ഞെങ്കിൽ അങ്ങനെ അപ്പോൾ അത് പറ്റണമല്ലോ അല്ലേ? അവനേക്കാളും ബുദ്ധിയാണ് നമുക്ക്. വന്നിറങ്ങി വിട്ടാൽ പറഞ്ഞു, എൻ്റെ മുഖത്ത് നോക്കി പറയുന്നത്, ഏട്ടാ പോലീസ് വരുന്നത് നിങ്ങളെ ബന്ധുവാണെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ബുദ്ധി ഉണ്ടായിരുന്നു. അവനെ പോലെ ആ ബുദ്ധി പോയില്ല. അത്തരത്തിലുള്ള ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നു. അഡ്വക്കേറ്റ് അവൻ പോയതല്ലേ, കിട്ടാഞ്ഞിട്ടല്ലേ. അത് ചോദിക്കാൻ പറ്റും. എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ BCom സെക്കൻഡ് ഇയർ. അഡ്വക്കേറ്റിന് പഠിക്കാൻ? അഡ്വക്കേറ്റിന് ഇനി ഇത് കഴിഞ്ഞിട്ട് പോകാനുള്ള പ്ലാൻ ആയിരുന്നു. അപ്പോൾ പറഞ്ഞ് പോകണ്ടെന്ന് പറഞ്ഞു. എന്തായാലും കൗമുദി ടിവിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുക. മെൻസ് വേൾഡ് ബാലരാമപുരം നെയ്യാറ്റിൻകര നൽകുന്ന സമ്മാനം, സെല്ലുലാർ സിറ്റി നെയ്യാറ്റിൻകര നൽകുന്ന സമ്മാനം, സ്വപ്ന സിൽക്സ് ആൻഡ് സാരീസ് എരമല്ലൂർ നൽകുന്ന സമ്മാനം, സ്വപ്നസുന്ദരമായ സുഗന്ധത്തിലേക്ക് ഫോർവിഷ് മാട്രസ് നൽകുന്ന സമ്മാനം, കൊല്ലം സുപ്രീം ഗോൾഡ് കവറിങ്സ് നൽകുന്ന സമ്മാനം, അറഫ ഗോൾഡ് നെടുമങ്ങാട് നൽകുന്ന സമ്മാനം, തീർത്ഥം ജുവലേഴ്സ് പെരുങ്കടവിള നൽകുന്ന സമ്മാനം, സീസൺ കറി മിക്സസ് നൽകുന്ന സമ്മാനം, ഗേലണ്ടൻ ടീഷർട്സ് ഫോർ ജെൻസ് ആൻഡ് ബോയ്സ് നൽകുന്ന സമ്മാനം, പ്രിൻസ് പട്ടുപ്പാവടകൾ നൽകുന്ന സമ്മാനം, സനൂജ് എൻ്റർപ്രൈസസ് കുളവിക്കോണം നെടുമങ്ങാട് നൽകുന്ന സമ്മാനം. ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ ഞങ്ങൾ ചെയ്ത ഈ ഒരു എപ്പിസോഡ് ശരിക്കും നമ്മുടെ നാട്ടിന് വേണ്ടി കഷ്ടപ്പെടുന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും, ആരോഗ്യ പ്രവർത്തകർക്കും, ഗവൺമെൻറ്റിനും ഞങ്ങൾ ഇത് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓ മൈ ഗോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. വിലാസം: പ്രൊഡ്യൂസർ ഓ മൈ ഗോഡ്, കൗമുദി TV, കേരള കൗമുദി ബിൽഡിംഗ്, പേട്ട, തിരുവനന്തപുരം 695024. മൊബൈൽ 9946103928. അപ്പോൾ നമ്മളെല്ലാവരും കോവിഡ് മാനദണ്ഡം പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അതെ. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും പ്രാങ്ക് ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെയിൽ ചെയ്യുക. ഞങ്ങളുടെ മെയിൽ ID omgkaumudi@gmail.com. ഞങ്ങളുടെ കോസ്റ്റ്യൂം കട്ടസി മെൻസ് വേൾഡ് ബാലരാമപുരം.